ഗുഹൻ മടങ്ങിയതിനു ശേഷം ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി യാത്ര തുടർന്ന് ഭരദ്വാജാശ്രമത്തിലെത്തുന്നു. വൃക്ഷച്ചുവട്ടിൽ പരന്നു കിടക്കുന്ന ഇലകൾ കിടക്കയാക്കി കൊട്ടാരത്തിലെന്ന പോലെ സുഖമായിട്ടാണ് ശ്രീരാമൻ വസിക്കുന്നത്. താപസന്റെ ആശ്രമപദത്തിനടുത്തിരിക്കുന്നതും ചിത്തമോദപ്രദമാണ്. ഒരു വടുവഴി മുനിയോട് ശ്രീരാമനും ഭാമിനിയും സോദരനും ഉടജാന്തിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിവരം അറിയിച്ചു. ഭരദ്വാജമുനി കൈകൊണ്ട് അർഘ്യാദികൾ എടുത്ത് ശ്രീരാമസന്നിധിയിൽ വേഗത്തിലെത്തുകയും ഭക്തിയോടുകൂടി പൂജിക്കുകയും ചെയ്തുകൊണ്ട് ആനന്ദാബ്ദിയിൽ മുഴുകി. അപ്പോൾ ദശരഥ തനയൻ ഏറെ വിനയത്തോടെ മുനിയെയും ഭാര്യയോടും അനുജരോടും കൂടി ഭരദ്വാജ പാദങ്ങളിൽ വണങ്ങി. മുനി പുങ്കവനാകട്ടെ ആശീർവചനത്തോടു കൂടി മനസ്സിൽ ആനന്ദമനുഭവിച്ചുകൊണ്ട് പറഞ്ഞു: അങ്ങയുടെ പാദത്തിലെ പൊടി കൊണ്ട് എൻ്റെ ഈ പർണശാലയെ പവിത്രമാക്കി തീർക്കുക. ഭരദ്വാജാശ്രമപ്രവേശം. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖനവസിച്ചിതു പാദപമൂലെ ബലാഢ്യസ്ഥൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാ. ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ: ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനനുണ്ടു തൻ ഭാമിനിയോടു മനുജനോടും വന്നു. പാർത്തിരിക്കുന്നിതുടജാന്തികെ എന്ന വാർത്ത വൈകാതെ യുണർത്തിക്ക എന്നപ്പോൾ താപസ ശ്രേഷ്ഠനോടബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ: ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്വം സമുത്ഥായ ഹസ്തേ സമാദായ സാർഘ്യപാദാദിയും. ഗത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങൾ ആശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം.
ആശീർവചനപൂർവം മുനി പുങ്കവൻ ആശയാനന്ദ മീയെന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിടുനി വേദാത്മകമമ പർണശാലാമിമാം. ഇത്തമുക്തോടജ മാനീയ സീതയ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതബോധന ശ്രേഷ്ഠനരുൾ ചെയ്തു.